ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചപ്പാത്തി ഉപയോഗിച്ച് ഒരു എഗ്ഗ് റോള് തയ്യാറാക്കി എടുക്കാം. അതിന് 3 ചപ്പാത്തിയാണ് ഞാൻ ചുട്ട് വെച്ചിരിക്കുന്നത്. 3 ചപ്പാത്തിക്ക് വേണ്ടുന്ന ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് സവാള, കൂട്ടത്തിൽ 1/2 കപ്പിൽ താഴെ ക്യാരറ്റും, പിന്നെ കുക്കുംബറും ക്യാപ്സിക്കവും എല്ലാം 1/2 കപ്പിൽ താഴെ മതി. പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ചെറുതായി അരിഞ്ഞ മല്ലിയിലയും, ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാ നീരും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള വേണം ഇതിന് കൂടുതൽ നിൽക്കാൻ. സവാള എടുക്കുന്നതിൻ്റെ ഹാഫ് ഭാഗത്തിൽ താഴെ മാത്രം മറ്റ് പച്ചക്കറികൾ എടുത്താൽ മതി. വേറെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 3 മുട്ട ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് അല്പം എണ്ണ ചേർത്ത് നമ്മൾ ഈ മുട്ടയുടെ 1/3 ഭാഗം ഇതിലൊഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ആ സൈഡ് ഒരു 2 മിനിറ്റ് ഒന്ന് ആയതിന് ശേഷം തിരിച്ചിട്ട് നമ്മൾ ഈ അടുത്ത സൈഡ് ഒന്നുകൂടി ഒന്ന് കുക്കാക്കി എടുക്കണം. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു വേറൊരു പാത്രത്തിലാക്കിയിട്ട് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മയോണൈസ് കൂടി ചേർക്കുമ്പോൾ കുറേ കൂടെ ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളിൽ 1/3 ഭാഗം ഇതിൽ വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അടിപൊളിയാണ്, കഴിക്കാൻ വളരെ നല്ലതാണ്, നല്ല സോഫ്റ്റാണ്. വേറെ സൈഡ് ഡിഷസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലായിട്ടൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്, ഹെൽത്തിയുമാണ്. അങ്ങനെ എല്ലാം 3 ചപ്പാത്തിയും ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനും എളുപ്പമാണ്. കാരണം വേറെ പണിയൊന്നുമില്ല. ഒരു ചപ്പാത്തി ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഈ പച്ചക്കറികളൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.